തിരുവനന്തപുരത്തേക്ക് വരുന്നുകൊണ്ടിരുന്ന സിദ്ധാർത്ഥനെ തിരികെ വിളിച്ച് ഭീകരമായി മർദ്ദിച്ച് 3 ദിവസം ഒരിറ്റ് വെള്ളം പോലും കൊടുക്കാതെ SFIയുടെ നേതൃത്വത്തിൽ, അവരുടെ നേതാക്കന്മാരുടെ നേതൃത്വത്തിലാണ് ഇത്രയും സംഭവങ്ങൾ ഉണ്ടായത്. ഇതുവരെ കേരളത്തിൻ്റെ മുഖ്യമന്ത്രി ഒന്ന് പ്രതികരിക്കാൻ പോലും തയ്യാറായിട്ടില്ല. ഇത്രയും നിഷ്ഠൂരമായൊരു കൊലപാതകമുണ്ടായിട്ട് ആഭ്യന്തര വകുപ്പിൻ്റെ ചുമതല കൂടി വഹിക്കുന്ന മുഖ്യമന്ത്രി എന്താണ് മൗനം പാലിക്കുന്നത്? ആ മൗനം കുറ്റകരമാണ്. ആ മൗനം പ്രതികൾക്ക് സംരക്ഷണം നൽകുന്നതിന് തുല്യമാണ്. ഞാനിവിടെ ചെന്നപ്പോൾ എന്നോട് പത്രക്കാരുൾപ്പെടെ അവർ പറഞ്ഞത്, ഈ സംഭവം ഉണ്ടായ ശേഷം പ്രതികളെ മജിസ്ട്രേറ്റിൻ്റെ മുമ്പിൽ ഹാജരാക്കി. ആദ്യം SHO ഇത് തൂങ്ങിമരണമാക്കി മാറ്റി. അതിനുശേഷമാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പുറത്തു വന്നത്. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വായിക്കുന്ന ഏതൊരാളിൻ്റെയും കരളലിയിക്കുന്ന സംഭവമാണുള്ളത്. ആന്തരിക അവയവങ്ങൾക്ക് മുഴുവൻ ക്ഷതം പറ്റി ഭീകരമായ മർദ്ദനമേറ്റാണ് ഈ കുട്ടി മരിക്കുന്നത്. അങ്ങനെ ഇതൊരു പൂർണ്ണമായ ഒരു കൊലപാതകമാണ്. ആദ്യം ഇത് കൊലപാതകമല്ല, തൂങ്ങിമരണമാണ് എന്ന് സ്ഥാപിക്കാൻ ശ്രമിച്ച SHO ഉൾപ്പെടെയുള്ളവരുടെ വലിയ കുറ്റമാണ് ചെയ്തത്. അവസാനം DYSP അന്വേഷണം മുന്നോട്ട് പോയപ്പോഴാണ് ചില പ്രതികളെ പിടിച്ചത്. ആ വയനാടിൻ്റെ കൽപ്പറ്റയിലെ മുൻ MLA ശശീന്ദ്രൻ അടക്കമുള്ള CPM നേതാക്കൾ മജിസ്ട്രേറ്റിൻ്റെ വീട്ടിൽ തന്നെ ബഹളം ഉണ്ടാക്കി. മജിസ്ട്രേറ്റ് ഇറക്കി വിട്ടു. DYSPയുടെ വീട്ടിൽ പ്രതികളെ പിടിച്ചതിന് തന്നെ ബഹളം ഉണ്ടാക്കി. ഇപ്പോഴും ഈ പ്രതികളെ, പോലീസ് അറസ്റ്റ് ചെയ്ത പ്രതികളെ രക്ഷിക്കാൻ വയനാട് ജില്ലാ CPM കമ്മിറ്റി കിണഞ്ഞ് പരിശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരു മുൻ MLAയുടെ നേതൃത്വത്തിൽ മജിസ്ട്രേറ്റിൻ്റെ വീട്ടിൽ കയറി ബഹളമുണ്ടാക്കുക. അറസ്റ്റ് ചെയ്ത പ്രതിയെ മജിസ്ട്രേറ്റിൻ്റെ വീട്ടിൽ കൊണ്ടുവരുമല്ലോ. ആ 24 മണിക്കൂറിന് മുമ്പ് അയാളെ അവിടെ കൊണ്ടുവരണമല്ലോ. അങ്ങനെയാണ് അവിടെ കൊണ്ടുവരുന്നത്. മജിസ്ട്രേറ്റിൻ്റെ വീട്ടിൽ നിന്ന് പ്രതിയെ രക്ഷപ്പെടുത്താൻ വേണ്ടിയുള്ള ശ്രമം നടത്തുക. അതിനു മുമ്പ് DYSPയുടെ ഓഫീസിൽ കയറി ബഹളം ഉണ്ടാക്കുക. ഇപ്പം പിടിച്ച പ്രതികളെ പോലും രക്ഷപ്പെടുത്താൻ CPM വലിയ തോതിലുള്ള ശ്രമം നടത്തുകയാണ്. ഇതേ ആളുകളാണ് രാഹുൽ ഗാന്ധിയുടെ ഓഫീസ് അടിച്ചു തകർത്തത്. MP എന്നുള്ള നിലയിലുള്ള രാഹുൽ ഗാന്ധിയുടെ ഓഫീസ് അടിച്ചു തകർത്തത് വയനാട്ടിലെ SFI ക്രിമിനലുകളാണ് എന്നത് ഇന്നലെ അവിടെ ചെന്നപ്പോൾ എനിക്ക് ബോധ്യപ്പെട്ട കാര്യമാണ്. അപ്പോൾ ഇങ്ങനെ SFIക്കാരെ മുഴുവൻ ക്രിമിനൽ സംഘങ്ങളാക്കി വളർത്തിയെടുക്കുന്നത് കലാലയങ്ങളെ കലാപകേന്ദ്രങ്ങളാക്കി മാറ്റുന്ന ഈ SFI ഗുണ്ടാ സംഘങ്ങൾക്കെതിരെ എന്തുകൊണ്ട് നടപടി സ്വീകരിക്കുന്നില്ല? ഇപ്പം പിടിച്ച പ്രതികളെ പോലും രക്ഷപ്പെടുത്താൻ ശ്രമിക്കുകയാണ്.